മക്കളെ, കീമിൽ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് പുതിയതായിട്ട് അപേക്ഷ കൊടുക്കാനും ഇനി അതല്ല മറ്റു കോഴ്സുകളുടെ ഒപ്പം ഇത് കൂട്ടിച്ചേർക്കാനുമുള്ള അവസരമുണ്ട്. ഇത് ഏതിന് മാത്രമാണെന്ന് ചോദിച്ചാൽ ആർക്കിടെക്ചറിന് മാത്രമാണ്, ബി ആർക്കിന് മാത്രമാണ്. അതായത് ഇതുവരെ അപേക്ഷിക്കാത്ത കുട്ടികൾക്കും അപേക്ഷിക്കാം. ഇനി അതല്ല എഞ്ചിനീയറിങ്ങിനോ മെഡിക്കലിനോ ഫാർമസിക്കോ ഒക്കെ കൊടുത്ത കുട്ടികൾക്ക് ആർക്കിടെക്ചർ ആഡ് ചെയ്യണമെങ്കിലും ആഡ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് 2026-27 അക്കാഡമിക് ഇയറിലേക്കുള്ള പ്രവേശനത്തിൻ്റെ നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ പുതിയതായിട്ടും അപേക്ഷ കൊടുക്കാം. ഇനി അതല്ല മറ്റു കോഴ്സുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൂടി ഇത് ആഡ് ചെയ്യുന്നതിനും പ്രശ്നങ്ങളൊന്നുമില്ല. ഈ രണ്ട് ഓപ്ഷനും ഉണ്ട്. ഇതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തിയ നാറ്റ പരീക്ഷ എഴുതി യോഗ്യത നേടിയവർക്ക് മാത്രമാണ് ബി ആർക്കിന് അപേക്ഷിക്കാവുന്നത്. നാറ്റ എഴുതിയിട്ടുണ്ടാവണം. ഇനി പുതിയതായിട്ട് അപേക്ഷ കൊടുക്കുന്നതിനും അതേപോലെ ഓൾറെഡി അപേക്ഷിച്ചവർക്ക് ആർക്കിടെക്ചർ കൂട്ടിച്ചേർക്കാനുമൊക്കെ ജൂൺ 18 ഉച്ചയ്ക്ക് 12 മണി വരെ സമയമുണ്ടാവും. ഇനി പുതിയതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർ ശ്രദ്ധിക്കുക. അതായത് മുമ്പ് അപേക്ഷ കൊടുത്തിട്ടില്ലാത്തവർ മാത്രം. ഓൾറെഡി അപേക്ഷ കൊടുത്തവർ വീണ്ടും പുതിയ അപേക്ഷ രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ 2 അപേക്ഷയും നിരസിക്കപ്പെടും. അതുകൊണ്ട് ഇതുവരെ അപേക്ഷിക്കാത്തവരാണെങ്കിൽ പുതിയതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് ആർക്കിടെക്ചർ കോഴ്സ് തിരഞ്ഞെടുത്ത് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതിന് ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്ട്രേഷൻ നടത്താം. അപ്പോൾ രജിസ്ട്രേഷന് ബാക്കി എല്ലാ പ്രൊസീജിയർ പോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ, ക്ലെയിം അല്ലെങ്കിൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഡോക്യുമെൻറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഓൾറെഡി നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുള്ളവരാണ് അതിലേക്ക് ആർക്കിടെക്ചർ കോഴ്സ് കൂട്ടിച്ചേർത്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കീമിൻ്റെ 2026 കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് അവരുടെ ഹോം പേജിൽ പോയി ആഡ് കോഴ്സിനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആർക്കിടെക്ചർ കോഴ്സ് കൊടുക്കാം. ഓക്കെ, ഇതിന് പുതിയ അപേക്ഷ കൊടുക്കേണ്ടതില്ല. ഓൾറെഡി നിങ്ങൾ അപേക്ഷിച്ചവരായതുകൊണ്ട് കോഴ്സ് ആഡ് ചെയ്താൽ മതി. മുമ്പ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കുട്ടികൾ ce.kerala.gov.in എന്ന സൈറ്റിൽ കയറിയിട്ട് ആഡ് കോഴ്സ് എന്നുള്ളത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വിദ്യാർത്ഥി ഒരപേക്ഷ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നേരത്തെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോഴ്സ് ആഡ് ചെയ്യാനേ പാടുള്ളൂ, പുതിയ രജിസ്ട്രേഷൻ ചെയ്യരുത്. ഇനി പുതിയതായിട്ട് അപേക്ഷ കൊടുക്കുന്ന കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതേപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഏതൊക്കെ രേഖകളാണോ നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടത് അത് അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും വന്നാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.